നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ തൊടുപുഴയിൽ പാതിവല തട്ടിപ്പിൽ ടീച്ചർ ഗീതാകുമാരി നമ്മോട് സംസാരിക്കുന്നു. തട്ടിപ്പിന് സ്ത്രീകളെ ഇരയാക്കിക്കൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ മുന്നേറുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാനാവുന്ന അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനാവുന്ന ഒരു കാര്യമല്ല. എന്തിനാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തട്ടിപ്പിൽ പെടുന്നത് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൻ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പാതിവല തട്ടിപ്പിൽ നിരവധി സ്ത്രീകളാണ് പണവും മറ്റു വസ്തുക്കളും നഷ്ടപ്പെട്ട് നിരവധി പരാതികൾ കൊടുത്തിട്ടും പരിഹാരമില്ലാതെ നെട്ടോട്ടം തിരിയുന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഈ ലോക വനിതാ ദിനത്തിൽ തൊടുപുഴയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തിയത്. പ്രതിഷേധ പ്രകടനം പോലീസ് ക്രൈംബ്രാഞ്ച് പരിസരത്ത് വെച്ച് തടഞ്ഞെങ്കിലും പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്തി. എല്ലാ സമ്മതരായ ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് അവരെല്ലാവരും ഈ തട്ടിപ്പിന്റെ വിഹിതം പങ്കിട്ടെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ആൾക്കാർ അരിക്കുകയും പെറുക്കുകയും സമ്പാദിച്ച ചെറു സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് 60,000 രൂപ മുതൽ അതിൽ കൂടുതൽ എന്റെ കുഞ്ഞുങ്ങൾ ഒരു ലാപ്ടോപ്പ് കൊണ്ട് പഠിക്കട്ടെ, എനിക്ക് ജോലിക്ക് പോകുവാൻ ബസ്സിൽ കയറി പോകണ്ടല്ലോ, ഒരു ചെറിയ സ്കൂട്ടർ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിക്കൊള്ളട്ടെ എന്നുള്ള അതിമോഹങ്ങളൊന്നുമല്ല, വെറും സാധാരണമായ മോഹങ്ങൾ കൊണ്ട് ഈ ഒരു തട്ടിപ്പിൽ പെട്ടുപോയവർ. നമസ്കാരം. വനിതാ ദിനമാണ്. വനിതാ ദിനത്തിന് ഇവിടെ പകുതിവല തട്ടിപ്പൊക്കെ ആയിട്ട് വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരെ സമരം നടത്തേണ്ട ഒരു ഗതികേടാണ് കേരളത്തിന്റെ. ഇതിനകത്ത് ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണ്. എന്നാലും ഒരു സന്ദേശം നൽകാൻ വേണ്ടില്ലേ പൊതുസമൂഹത്തിന്? തീർച്ചയായിട്ടും. നിർണയം നിന്നെപ്പോൾ പാരിലോ ഗതി വിണ്ണവർ ഗംഗയ്ക്കുമുണ്ടായില്ല. ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം പണ്ട് കവി ഇത് പാടിയത്. എന്തൊരു ദാരുണമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളതിന് പാതിവല തട്ടിപ്പ് മാത്രം മതി. കേരളത്തിലെ പ്രമുഖരായ ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കയ്യിലെടുത്തുകൊണ്ട് ഒരു ചെറു പയ്യന് ഇത്രയെല്ലാം തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് നമുക്ക് സ്വപ്നേബി വിചാരിക്കാൻ പറ്റുമോ? എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമീളാദേവി അവനെ പി ആയിട്ട് കൊണ്ടുവന്നു. ഒരു ടീച്ചർ ആയതുകൊണ്ട് പലരും ടീച്ചറിനെ വിശ്വസിച്ചു. ഈ പയ്യനെ കണ്ടുകൊണ്ടല്ല, ടീച്ചറിന്റെ കൂടെ നടക്കുന്ന ടീച്ചറിന്റെ വിശ്വസ്തനായ പി എന്ന നിലയിലാണ് ഞാനൊക്കെ അവനെ വിശ്വസിക്കാനിടയായത്. അങ്ങനെയുള്ള ആ പയ്യൻ ആദ്യം ഇവിടെ ചിട്ടി തട്ടിപ്പ് നടത്തി. ഒരു ചിട്ടി വെക്കുകയും ആ ചിട്ടി പൊട്ടിച്ച് ഒരു ഗീതാപ്രസാദ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ വരികയും ആ പെൺകുട്ടി ഒരു 8 കോടിയോ 12 കോടിയോ കിട്ടിയപ്പോഴേക്കും മുങ്ങുകയും ചെയ്തു. ആ കേസ് അതുപോലെ തന്നെ അസ്തമിച്ചു പോവുക. അതൊരു വൻ തട്ടിപ്പായിട്ട് തൊടുപുഴയിലെ പലരും അനുഭവിച്ച കാര്യമാണ്. അതിനുശേഷം വളം തട്ടിപ്പ്, 2000 രൂപയുടെ വളം 1000 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് കുറെ കർഷകരെ അതിൽപ്പെടുത്തി തട്ടിപ്പ് നടത്തി. അതിനുശേഷം പല മദ്രാസിലൊക്കെ പോയി, തമിഴ്നാട്ടിലൊക്കെ പോയി പാവം പിടിച്ച ഹിന്ദു സ്ത്രീകളെയൊക്കെ ബന്ധുക്കോസ് സഭയിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെ കാശുണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പ് ബിരുദം നടത്തിയതായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ പാതിവല തട്ടിപ്പിലേക്ക് ഇറങ്ങുന്നത്. കേരളം പല പല തട്ടിപ്പുകൾക്ക് സാക്ഷിയായിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീകരമായ ഒരു തട്ടിപ്പിന് സ്ത്രീകളെ ഇരയാക്കിക്കൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ മുന്നേറുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാനാവുന്ന അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനാവുന്ന ഒരു കാര്യമല്ല. എന്തിനാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തട്ടിപ്പിൽ പെടുന്നത് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൻ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് സന്യാസി മുഖമുള്ള, അതായത് രാമന്റെ സ്വഭാവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സായി ഗ്രാമിന്റെ സായി സമിതിയുടെ നേതാവായ ആനന്ദകുമാർ, അദ്ദേഹം ഈ പയ്യനെ ചുമന്നു കെട്ടി പത്ര ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പത്രക്കാരെല്ലാം ഇവനെ വളരെ കാര്യമായിട്ട്, അതായത് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ ഒരു വിശിഷ്ട അതിഥിയെ പോലെ ഇവനെ അന്ന് ഇവന് താടിയുണ്ട്, അന്ന് ആൾമാറാട്ടം നടത്താൻ വേണ്ടി മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, താടിയും തടവി ആ സ്റ്റേജിലോട്ട് കയറി ആ ശിവൻകുട്ടി മന്ത്രിയുടെ ഇടതുവശത്ത് വന്നിരിക്കുകയാണ്. മന്ത്രിയോ വളരെ ഭവ്യതയോടെയാണ് പയ്യനെ തൊഴുന്നത്. നമ്മുടെ നേതാക്കന്മാരൊക്കെ അവനെ അഭിസംബോധന ചെയ്യുന്നത് എന്തെന്നാ, അനന്തകൃഷ്ണൻ ജി. ഈ വൻ തട്ടിപ്പുകാരനെ ആളുകൾ സംബോധന ചെയ്ത് അനന്തകൃഷ്ണൻ ജി. ഞാനും പെട്ടുപോയി. എന്തായാലും എൻ്റെ ഒരു 19 ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇത്രയും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും ലോകപരിചയമുള്ള, അതായത് 10-36 കൊല്ലം സ്കൂളിൽ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറിന് എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന്. ഞാനെന്നല്ല, ദേവേന്ദ്രന്റെ മകൻ മുത്തുപ്പട്ടരെയും പറ്റിക്കാൻ പറ്റിയ സ്വഭാവമുള്ള ഒരാളാണ് നമ്മുടെ ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് എന്ന് ഷാളിടാൻ അവന് സാധിക്കുന്നത്. ഏതായാലും
ഇത്തരം തട്ടിപ്പ് ഈ വനിതാ ദിനമായ ഇന്ന് പെൺകുട്ടികളെ, പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഓർത്തു വെക്കേണ്ട ദിനമാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ അതിന്റെ പശ്ചാത്തലം അന്വേഷിക്കാതെ ഓടിച്ചെന്ന് ഇടപാടുകളിൽ ചാടും. ഇപ്പൊ വേറെ പല തട്ടിപ്പുകളും ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദനം തട്ടിപ്പായിട്ടും സ്വർണ്ണ തട്ടിപ്പായിട്ടും എല്ലാം ചിട്ടിയുടെ രൂപത്തിലും മറ്റു വലിയ പ്രലോഭനമാണ്. ഇതെല്ലാം സർക്കാർ അറിഞ്ഞാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, അതായത് വ്യക്തി, കുടുംബം, കുടുംബത്തോടൊപ്പമുള്ള സമൂഹം, സമൂഹത്തോടൊപ്പമുള്ള രാഷ്ട്രം എല്ലാം ചെന്ന് അപകടത്തിൽ ചാടുകയാണ്. ഈ ദയനീയ സ്ഥിതിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകൾ പ്രബുദ്ധരാകണം, അവരുണരണം. ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കൂലങ്കക്ഷമായി ചിന്തിക്കണം, ഞാൻ ചെന്ന് ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ശരിയാണോ തെറ്റാണോ എന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ ഷൈനയുടെ കൂട്ട് അവസാനം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടതായ ഗതികേടിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ളൊരു ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായി നമ്മൾ പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.